ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ്ഗ് സേമിയ ബിരിയാണിയുടേതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിയൊക്കെ ഒന്ന് നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് 1 കപ്പ് സേമിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സേമിയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് ഏകദേശം ഒന്ന് കുക്കായാൽ മതി. ഒരുപാടങ്ങ് വെന്ത് പോകുമൊന്നും വേണ്ട. അപ്പം 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ സേമിയൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അല്പം പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ ഒന്ന് അരിപ്പയിലേക്ക് മാറ്റുക. അപ്പം നമ്മളെ സേമിയൊക്കെ അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ കടായിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുട്ട ഒന്ന് ചിക്കി എടുക്കാതെ, കാരണം പെട്ടെന്ന് ഒഴിച്ചു കൊടുത്താടെ ചിക്കൻ പോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പൊടിയായി മാറും. നമുക്കിതിങ്ങനെ കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തവാടെ മിക്സ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റണം നമ്മൾ. അപ്പം മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ അതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് അതേ കടായിലേക്ക് തന്നെ ഞാൻ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കളറൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് വഴറ്റി കിട്ടിയാൽ മാത്രം മതി. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്പം പച്ചക്കറികളാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി ബീൻസോ അതുപോലെ പച്ചപ്പട്ടാണിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുന്ന അത്ര ടേസ്റ്റാണ്. അപ്പം ഇതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ പച്ചക്കറിയൊക്കെ ഒരുപാട് അങ്ങ് കുക്കായി പോകുമെന്ന് വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് എല്ലാത്തിലും ഇട്ട് കൊടുത്തതാണ്, അതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കുക. പിന്നീട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തക്കാളി സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ എഗ്ഗ് സേമിയ ബിരിയാണിക്ക് കേട്ടോ. അപ്പോൾ അത് എന്തായാലും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സേമിയ കൂടി ഒന്ന് തട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ സേമിയ തട്ടി കൊടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ സേമിയ ഒന്ന് നന്നായിട്ട് ഒലന്ന് വരണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സേമിയയും പച്ചക്കറിയും സോസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് എടുത്തു വെച്ച മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ മുട്ടയും കൂടെ തട്ടി കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിനെ പെട്ടെന്നൊന്ന് കുക്കായി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പണി ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയി നാളെ വരാം.